ഹനാൻഷാൻ്റെ ന്യൂ ഇയർ പരിപാടി നിർത്തിക്കാൻ നോക്കിയത് ഞാനൊരു കോണ്ടന്റ് ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏത് ടീമാണ് കൃത്യമായിട്ട് ആ പരിപാടി ചെയ്തത്, ആരാണ് കുമ്മനടിക്കാൻ നോക്കിയത്, ഇതൊക്കെ ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹനാൻഷായുടെ വ്ളോഗിൽ ഹനാൻഷാ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യൂ ഇയർ പരിപാടി നടന്നോ, അതാണ് അതിൻ്റെ ടൈറ്റിൽ. ഓക്കെ, ഇതിനകത്ത് ഹനാൻഷാ ന്യൂ ഇയർ പരിപാടി അവിടെ ഉണ്ടായ സീനുകളെക്കുറിച്ചും അത് മാത്രമല്ല അത് കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന് മുമ്പും പല വിഷയങ്ങളിലും തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും സംസാരിച്ചു പോയിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ സൊസൈറ്റി കുറച്ചും കൂടിയും എന്താ പറയുക, നോക്കി കാണേണ്ട കുറച്ച് വിഷയങ്ങൾ ഇതിനകത്ത് ഹനാൻഷാ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്നലത്തെ പരിപാടിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ടായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ന്യൂ ഇയർ പ്രോഗ്രാംസ്, കഴിഞ്ഞ 3 വർഷം നമ്മൾ ന്യൂ ഇയർ പ്രോഗ്രാംസ് എടുത്തിട്ടില്ല. കാരണം വീട്ടിൽ തന്നെയാണ് ഉണ്ടാവില്ല. ഒന്ന് അവിടെ നിന്നാ ചെന്ന് ഈ കാര്യം പറയുമ്പോൾ എന്നാണ് ഇല്ല. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ന്യൂ ഇയർ പരിപാടി എടുത്തിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ കൊല്ലം നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് ഷോസ് മാറ്റിയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എടുത്തത്. പക്ഷേ ഇക്കൊല്ലം അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം, കാരണം മുമ്പ് എനിക്ക് കാലിക്കറ്റ് ബീച്ചിൽ അല്ലെങ്കിൽ പരിപാടി വെച്ച സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വേറെയും പല സ്ഥലത്തും കുറച്ചായിട്ട് എവിടെ നമ്മൾ പരിപാടിക്ക് പോവുകയാണെങ്കിലും നമ്മളങ്ങനെ ഇടങ്ങേറാക്കാൻ കുറച്ച് ആൾക്കാർ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഉള്ള പോലെ അല്ല, ഇപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് കയറിക്ക്. അപ്പം അതുള്ളത് തന്നെയാണ്. അതിൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിന് യാതൊരു സ്ഥിരചര്യകൾക്ക് യാതൊരു മാറ്റവും വരുത്താതെ ഇന്നലെ നമ്മൾ ന്യൂ ഇയറിൻ്റെ പരിപാടി സെറ്റിട്ട് ടിക്കറ്റ്സ് ഒരു 70% സെല്ല് ചെയ്ത് ആൾക്കാർ മൊത്തം കൊച്ചിയിൽ നിന്ന് വന്നവരുണ്ട്, പരിപാടിക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്, കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വന്നവരുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർ ഉണ്ടായിട്ട് ഓരോടൊന്നും ഒരു നേരത്തെ കൂടി അറിയിപ്പ് കൊടുക്കാതെ കറക്റ്റ് രാവിലെ, അതായത് മോർണിംഗിൽ നമുക്കൊരു സ്റ്റോപ്പ് മെമ്മോ കിട്ടി. അപ്പോൾ ഞാൻ ആ സ്റ്റോപ്പ് മെമ്മോ കണ്ടിട്ടാണ് എണീക്കണത്. പരിപാടി നടക്കൂല, എല്ലാവരും എന്നെ വിളിച്ചു പറയുന്നുണ്ട് പരിപാടി നടക്കൂല, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞാൻ പറഞ്ഞു ആണോ, ഞാൻ നോക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ കടന്നുറങ്ങുമ്പോൾ വരെ പരിപാടി നടക്കും, ഞാൻ സെറ്റ് ലിസ്റ്റ് ഇട്ടിട്ടാണ് കടന്നത്. പക്ഷേങ്കിൽ ഈ നേരത്തെ നീച്ചുമ്പം പരിപാടി എന്തായാലും എനിക്കറിയില്ല. കാരണം സംസാരിച്ചപ്പോൾ പരിപാടി നടക്കാത്തതിൻ്റെ വക്കിലും പ്രൊട്ടസ്റ്റും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ പേര് കൃത്യമായി എടുക്കുന്ന കുറച്ച് വാർത്താ മാധ്യമങ്ങളുണ്ട്. അപ്പം സന്തോഷം മാത്രം, അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഇന്നലെ അവിടെ ഞാനൊരാളെ പരിപാടി മാത്രമല്ല, ഞാൻ ലൈസൻസ് എടുക്കാത്തത് കൊണ്ടോ, ഞാൻ ഇൻകം ടാക്സ് അടക്കാത്തത് കൊണ്ടോ, ഞാൻ GST കൊടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇപ്പം എന്നുമായി സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, ചിലപ്പോൾ ഇവൻറ്റ് കമ്പനി എന്തെങ്കിലും ഇതുണ്ടാവും, ചിലപ്പം നടത്തുന്ന പ്ലേസിന് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇന്നലെ നടത്തുന്ന പ്ലേസും ക്ലീനാണ്, ഇവൻറ്റ് കമ്പനിയും ക്ലീനാണ്, എല്ലാവരും സെറ്റാണ്. ഒരു പേപ്പറിൽ ഒരു സൈന് കിട്ടണ്ടീനെ, ഏതോ ഒരു ചെറിയ പേപ്പർ ക്ലിയർ ആവേണ്ടീനാണ് ഇമ്മാരി പുകിൽ മൊത്തം ഉണ്ടാക്കി ആ പേപ്പറിൽ സൈനും കിട്ടി. ഓക്കെ, അപ്പോൾ ഹനാൻഷാക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കുന്ന സ്ഥലം റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. അതൊരു ചെറിയ വിഷയമല്ല. മേ ബി ഹനാൻഷാക്ക് അതിൻ്റെ ഗ്രാവിറ്റി അറിയാനായിട്ടായിരിക്കും ഒന്ന്. രണ്ടാമത്, ഹനാൻഷായുടെ ഷോകൾക്ക് ഇതേപോലെ എവിടുന്നോ ഒരു പിന്നിന്ന് കുത്ത് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാരാ കുത്തുന്നത്, എവിടുന്നാ വരുന്നതെന്നൊന്നും ഹനാൻഷാ പറയുന്നില്ല. പക്ഷേ ഹനാൻഷാ വീഡിയോയിൽ പറയുന്നുണ്ട് ആരാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയാം. ഓക്കെ, കഴിഞ്ഞൊരു വർഷം നിങ്ങൾ നോക്കിയാൽ 2025 ഭയങ്കരമായിട്ട് കയറി വന്ന ആൾക്കാരാണ് ഹനാൻഷയും ബ്രദേഴ്സൊക്കെ. എസ്പെഷ്യലി ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പേജുകളിലും ഇച്ചു ആണെങ്കിലും ഹനാൻഷ ആണെങ്കിലും ഒക്കെ ഇവരുടെ ഫോട്ടോസൊക്കെ ഇട്ട് പല റൈറ്റപ്സൊക്കെ ഉണ്ടാക്കി പല രീതിയിലായിട്ട് ഇവരെ ഡിഫെയിം ചെയ്യാൻ പലരും പല പേജുകളും, അതായത് ഐഡൻറ്റിറ്റി ഇല്ലാത്ത പല പേജുകളും ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് സംസാരിക്കുമ്പോൾ പറയാം. ഇവിടുത്തെ വിഷയം എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ ഇന്നലത്തെ കാലിക്കറ്റിലെ വിഷയം എന്താ വെച്ചാൽ, കാലിക്കറ്റിൽ കരുതിക്കൂട്ടി ഹനാൻഷാക്കെതിരെ എന്നുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അവിടെയുള്ള സരോവരം പ്രകൃതി ടീം അവർ ശരിക്കും ആ ട്രേഡ് സെൻറ്ററിനെതിരെയാണ് ഈ സാധനം വെച്ചത്. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു നോൺ ഫേസ്, ഒരു ഫെയിം ഫേസ്, ഒരു സെലിബ്രിറ്റി ഫേസിനാണ് ആദ്യം ഇങ്ങനത്തെ സാധനങ്ങൾ കൊള്ളുക. ഒരു സിനിമയാകുമ്പോൾ ആ സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അതിൻ്റെ നായകനായിരിക്കും, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സിനിമ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സീൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബ്രാൻഡ് അംബാസിഡർ ആരായക്ക് പോകും. ഇപ്പോൾ ഏതൊരു നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കോ, അതിനൊരു ബ്രാൻഡ് ഫേസ് ആയിട്ടൊരു സെലിബ്രിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെലിബ്രിറ്റിയുടെ പേരിലായിരിക്കും പിന്നെ വരുന്ന കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഹനാൻഷ പറഞ്ഞ പോലെ ഹനാൻഷ ടാക്സ് അടയ്ക്കാത്തതുകൊണ്ടോ, ഹനാൻഷ GST അടയ്ക്കാത്തതുകൊണ്ടോ ഹനാൻഷ ഉണ്ടാക്കിയ സീനുകളൊന്നും അല്ല. ബട്ട് ആ ഷോ വിറ്റത് ഹനാൻഷയുടെ പേരിലാണ്. ടിക്കറ്റ് വെച്ച് ആ ഷോ വിറ്റത് ഹനാൻഷയുടെ പേരിലാവുമ്പോൾ മോസ്റ്റ് മെജോറിറ്റിയും ഹനാൻഷയുടെ പേരിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ന്യൂസുകൾ കൊടുക്കും, ന്യൂസുകൾ വരും.
ബിക്കോസ് ആ ഷോ ഇപ്പോൾ ആരെങ്കിലും പറയാണ് കോഴിക്കോട് ട്രേഡ് സെൻറ്ററിലുള്ള ഒരു ന്യൂ ഇയർ ഇവൻറ്റ് അവിടെ സ്റ്റോപ്പ് മെമ്മോ കിട്ടി സ്റ്റോപ്പായി എന്ന് പറയുന്നത് ഏത് ഇവൻറ്റ് എന്ത് ട്രേഡ് സെൻറ്റർ ഇതിന് വാല്യൂ ഇല്ല. അതായത് വിൽക്കാൻ പറ്റില്ല അവർക്ക് ആ ന്യൂസ്. അപ്പോൾ അവർക്ക് വിൽക്കണമെങ്കിൽ അതിൻ്റെ അവർ പ്രൊജക്റ്റ് ചെയ്ത ഫേസ് ആരാ? ഈ ഇവൻറ്റ് നടത്തുന്ന ടീമും പ്രൊജക്റ്റ് ചെയ്യുന്നത് ഹനാൻ ഷാൻ്റെ ഫേസാണ് ടിക്കറ്റ് സെയിൽസിന്. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ന്യൂസുകാരും ബാക്കിയുള്ളവരും എടുത്ത് വെക്കുന്നതും ഹനാൻ ഷായുടെ ഫേസാണ്. സോ ഇത് അറിഞ്ഞോ അറിയാതെയോ അതൊരു ഇന്നവിറ്റബിൾ സാധനമാണ്. 10 ആൾ അറിയുന്ന രീതിയിൽ ഫെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മളെ വിൽക്കും, നമ്മളെ ബാക്കിയുള്ളവരും വിൽക്കും, അതിന് പുറമേയും കുറേ ആൾക്കാർ വിൽക്കും. അപ്പോൾ അതിലൊന്നും നമുക്കൊരു റെസ്ട്രിക്ഷനും വെക്കാനും പറയാനും പറ്റില്ല. പിന്നെ ഇതിൽ ഉള്ള ചർച്ച് ഇൻസൈഡ് സാധനങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾ കണ്ടു കാണും യൂട്യൂബർ പിടിയിൽ. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഈ 24/7 സാറ്റലൈറ്റ് ചാനലുകൾക്ക് യൂട്യൂബർ പിടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നല്ല വ്യൂവർഷിപ്പാണ്. എസ്പെഷ്യലി യൂട്യൂബിൽ ഏത് യൂട്യൂബർ ഒന്നുമില്ല, പ്രശസ്ത യൂട്യൂബർ കയറി നോക്കുമ്പോൾ യൂട്യൂബ് ചാനലിനകത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് തികയില്ല, ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂ ഉണ്ടാവില്ല, എന്നാലും പ്രശസ്ത യൂട്യൂബറോ സോഷ്യൽ മീഡിയ താരം ഇൻഫ്ലുവൻസർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇവരണ്ട് കത്തിക്കും. ഓക്കെ ഉണ്ട്, കുറച്ച് പേരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏറെ പോയിട്ടുണ്ട്, വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നോക്കാം. ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ വരെ അവർക്കൊരു ചെറിയ ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പൊളിറ്റീഷ്യൻ എന്നുള്ള മാറ്റിയിട്ട് യൂട്യൂബർ നോക്കും. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ പോലും അവർക്കൊരു സോഷ്യൽ മീഡിയ ഫേസ് ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് യൂട്യൂബർ ആക്കും. ഈ അടുത്ത കാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ചാനലുകൾ കാണിച്ചിട്ടുണ്ട് ഈ പരിപാടി. ഇത് ശരിക്കും നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാ ഈ പണി കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വന്നവനും പോയവനും നിന്നവനും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ ന്യൂസ് വാല്യൂ ഉള്ള കണ്ടന്റുകൾ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിയിട്ട് ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ചെയ്യുന്ന എത്രയോ ചാനൽസ് ഉണ്ട്. അവരെ പിടിക്കുന്ന സമയത്ത് ജേർണലിസ്റ്റിനെ പിടിച്ചു, ഒരു ന്യൂസുകാരനെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൊള്ളും, അസോസിയേഷനൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തൊരുമ ഇല്ല, ഒരു കൂട്ടായ്മ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യും, നമ്മളെ കയറി അടിക്കും. സൈനും കിട്ടി, ഫുൾ ക്ലിയറായി. എന്നിട്ടും ചില പ്രത്യേക ആൾക്കാർ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നു. എന്തായാലും എല്ലാവരോടും പെർമിഷന്റെ പുറമെ കോർട്ട് ഓർഡർ അടക്കം എടുത്തു വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ടും നമ്മളെ തന്നെ പേഴ്സണലി ഇപ്പോൾ വാർത്തയിൽ അറിയാം, ഇന്നലെ അത്രയും ആൾക്കാർ അവിടെ പെർഫോം ചെയ്തിട്ട് ആരെ പേരും അതിലില്ല. ആ സ്ഥലത്തിൻ്റെ പേരവിടെ പറയണില്ല, ആ ഏരിയൻ്റെ പേരവിടെ പറയണില്ല, ആ ഇവൻ കമ്പനീൻ്റെ പേരവിടെ അല്ല. അവിടെ എല്ലാവർക്കും യൂട്യൂബർ ഹനാൻ ഷാ, യൂട്യൂബർ ഹനാൻ ഷാ. ഞാനവിടെ പോയി വ്ളോഗ് എടുക്കാൻ പോകണല്ലോ. അപ്പം ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിലും അജണ്ടകളുണ്ട്. എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആൾക്കാർക്ക് പിന്നണി ഗായകൻ നിന്നെ വിളിക്കാം. ഞാനിപ്പോൾ 7, 8, 9, 10 സിനിമകളിൽ ഞാൻ പാടി, അതിലേറെ ഒരുപാട് ഒറിജിനൽസ് പാടി, ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് പാടി, വലിയ ലേബിൾസിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. നമ്മളെ പാട്ടിനെ സോണി വാങ്ങി, ടി സീരീസ്, ഓരോ വലിയ ലേബൽ ഓൾ ഇന്ത്യ പരമായിട്ട് വാങ്ങി. അത് മാഷാഅല്ലാ നല്ല കാര്യം, വളരെ നല്ല കാര്യം, വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ യൂട്യൂബർ എന്നുള്ള പദം ചേർക്കണം. എന്താ വെച്ചാൽ മുമ്പ് കുറേ യൂട്യൂബേഴ്സും ഇവരൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് പൊതുവേ ഉള്ള ഒരിതുണ്ട്, ഒരു എതിർപ്പുണ്ട്. യൂട്യൂബർമാരെന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാക്കുക. ഇപ്പം മുമ്പ് ചില പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടാവും, അതിന് ശേഷം പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട്, വണ്ടി ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട്, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഗണത്തിലേക്ക് ഇനിയും പിടിച്ചിട്ടിട്ട് വേണമെങ്കിൽ വാർത്തക്കാർക്ക് ഇങ്ങനെ പറയാം, പിന്നണി ഗായകനാണ്, പ്ലേ ബാക്ക് സിംഗറാണ്. കാരണം ഞാൻ പ്ലേ ബാക്ക് സിംഗർ ആയതുകൊണ്ട് എൻ്റെ പരിപാടിയാണല്ലോ. ഞാൻ അവിടെ പോയിട്ട് സ്റ്റേജിന്മേ ഹലോ ഗായ്സ്, ഇന്നെല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്നൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്, നമ്മളെല്ലാവരും ലൈവ് വ്ളോഗ് കാണണം. ഇതല്ലല്ലോ, ഞാൻ പാട്ടാനാണ്. അപ്പോൾ ഇത് കൊടുക്കാതെ ഇത് കൊടുക്കുക. പക്ഷെ ഇത് കൊടുത്താൽ വാർത്തക്കാർക്കും മീഡിയക്കാർക്കും എന്ത് കിട്ടൂല, വേണ്ടത്ര പ്രേക്ഷക പ്രീതി കിട്ടൂല, പബ്ലിക്കിറ്റി ഉണ്ടാവില്ല. അപ്പൊ പബ്ലിക്കിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂട്യൂബർ എന്നുള്ളത് കൊടുത്തിട്ട് ടാഗ് ലൈന് കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്തോളി. പക്ഷെങ്കിൽ കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് മൂട്ടിലിട്ട് പോകരുത്. ഹനാൻഷ പറഞ്ഞ പോലെ ന്യൂസുകാരുടെ പരിപാടി കുന്തിരിക്കം മൂട്ടിലിട്ട് പോക്കൽ തന്നെയാണ്. കുറച്ചായി തുടങ്ങിയിട്ട്. ഈ അടുത്ത് ഞാൻ സുജിത് ഭക്തൻ എനിക്കൊരു കണ്ടന്റ് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ ഇത്, പിടിച്ചോനും നിന്നോനും വന്നോനും പോയവനൊക്കെ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതൊരു ഭയങ്കര വിയേർഡായിട്ടുള്ള സംഗതിയാണ്. അത് കാണുന്ന പ്രേക്ഷകർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനെ എങ്ങനെയും വ്യൂവർഷിപ്പിൽ കൊണ്ടുവരണം എന്നുള്ള ചാനലുകാരുടെ പരിപാടിയായിരിക്കണം. ആരെന്ത് ചെയ്താലും ഞാൻ ആരെയും കുറച്ചും കൂടിയൊന്നും കാണുന്നില്ല, പക്ഷേ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത 1-2 വീഡിയോ ഇട്ട ആൾക്കാരെ വരെ പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, യൂട്യൂബർ ആക്കും.
കോണ്ടന്റ് ക്രിയേറ്റർ ആക്കും, ഇൻഫ്ലുവൻസർ ആക്കും, അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ട് ന്യൂസുകൾ പടച്ചു വിടും. പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങൾ, കുട്ടികളെ ദ്രോഹിച്ച വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സത്യത്തിൽ ഈ ഒരു യൂട്യൂബർ പിടിയിൽ ഞാൻ ഏത് യൂട്യൂബർ, ആരുടെ അവൻ, നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഒരു യൂട്യൂബ് ഇപ്പോൾ ഒരാളെ ഒരു പ്രൊഫഷണൽ, ഇതൊരു പ്രൊഫഷനാണ്, മനസ്സിലായോ? നമ്മളും ചില്ലറ പ്രൊഫഷനല്ല ചെയ്യുന്നത്, നമ്മളും വിദേശ മറ്റേ കറൻസി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇത് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുകയാണ് നമ്മൾ, മനസ്സിലായില്ല? അപ്പം അത്രയും എന്താ പറയുക, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലിരിക്കുന്ന NRI ആണ്. അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കണം. പക്ഷേ റെക്കഗ്നീഷൻ 0 ആണ്, റെക്കഗ്നീഷൻ ഇല്ല, വേണ്ട. അത് ഓരോരുത്തരുടെ എന്താ പറയുക മൂഡ് അനുസരിച്ച് തന്നാൽ മതി, ഒന്നും ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴും യൂട്യൂബ് ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളതൊരു പ്രൊഫഷൻ, ഇൻഫ്ലുവൻസർ എന്നുള്ളതൊരു പ്രൊഫഷനായിട്ട് കാണുന്നവർക്ക് പോലും ഒരു തരം വാല്യൂ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. മേ ബി അത് കമ്മിങ് ഇയേഴ്സിൽ മാറുമായിരിക്കും, ഇപ്പം തന്നെ ഒരുപാട് മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് 2 രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളെ കാണുമ്പോൾ, അത് എസ്പെഷ്യലി ന്യൂസ് ചാനൽസ് ഇത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഹനാൻഷായുടെ കേസിൽ ഹനാൻഷായ്ക്ക് ഇത് 2 രീതിയിലാണ്. ഇപ്പം എനിക്ക് തോന്നിയൊരു പെർസ്പെക്റ്റീവ് പറയാം. ഒന്ന്, ഹനാൻഷ ഇനി എത്ര പ്ലേ ബാക്ക് സിംഗർ ആയാലും, എത്ര ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് ഇറക്കിയാലും, അതിന് ഏതെങ്കിലും ലേബിൾ എടുത്താലും ഹനാൻഷായുടെ കോർ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഇട്ട വ്ളോഗ്, ഇതാണ് ഹനാൻഷായുടെ ബേസ് സാധനം കിടക്കുന്നത്. ചിറാപ്പുഞ്ചി മഴയത്തോ അല്ലെങ്കിൽ ബാക്കി പാട്ടുകളോ ഉണ്ട്, യെസ്, അതിനൊരു സെപ്പറേറ്റ് ക്രൗഡ് ഉണ്ട്. പക്ഷെ ആ ക്രൗഡ് അതിങ്ങനെ ഓർത്ത് വെച്ച് ഇത് പാടിയ ഹനാൻഷ, അത് സിംഗേഴ്സിന് കിട്ടുന്ന, ഒരു പ്ലേ ബാക്ക് സിംഗർക്ക് കിട്ടുന്ന റെക്കഗ്നിഷനേക്കാൾ കൂടുതൽ റെക്കഗ്നിഷനും ഫെയിമുമാണ് ഈ വ്ളോഗും യൂട്യൂബും ഹനാൻഷായ്ക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഹനാൻഷായ്ക്ക് ഒരു തരത്തിൽ നോക്കിയാൽ ഇത് എന്താ പറയുക, ഇതുകൊണ്ടാണ് ഹനാൻഷായുടെ ഒരു ബാക്കി ക്രൗഡ് അടക്കം വന്നു പോണത് ആക്ച്വലി, അല്ലേ? ഈ വ്ളോഗ് കണ്ടിട്ട് അല്ലാത്തവരല്ല എന്ന് പറയുന്നുണ്ടോ കമൻറ്റ് ബോക്സിൽ? എന്താണ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് മെജോറിറ്റി അമ്മമാരും കുട്ടികളും പയ്യന്മാരും ഒക്കെ ഹനാൻഷാനെ കാണാൻ പോകുന്നത് ഇവരുടെ ഈ ഒന്നല്ല മെജോറിറ്റി ആളുകൾ കാണാൻ പോകുന്നത് ഇവരുടെ ഈ യൂട്യൂബിലെ ഫാമിലി വ്ളോഗിൻ്റെ വൈബ് കണ്ടിട്ട് തന്നെയാണ്. പാട്ട് ഇഷ്ടപ്പെട്ട് പോകുന്നവർ, യെസ്, പാട്ട് ഡെഫിനറ്റ്ലി ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. പാട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടം പോലെ പോവുമായിരിക്കും, ബട്ട് മോസ്റ്റ് മെജോറിറ്റി ഈ വ്ളോഗ് കണ്ടു പോകുന്നവരാണ്. അപ്പോൾ അത് ഒരു പോസിറ്റീവുമാണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, യൂട്യൂബർ ഹനാൻഷ എന്ന് പറഞ്ഞിട്ട് ന്യൂസുകാർ കൊടുക്കുന്നത്, അതവർ ശരിക്കും കണ്ടന്റ് മിൽക്ക് ചെയ്യാൻ തന്നെ കൊടുക്കുന്നതാണ്. ഓക്കെ, അവർക്ക് ശരിക്കും പ്ലേ ബാക്ക് സിംഗർ എന്ന് ഇപ്പോൾ ഹനാൻഷ പറഞ്ഞാൽ അതിൽ കൊടുക്കാം. പക്ഷെ അതിന് ആരും മൈൻഡ് ചെയ്യില്ല ഇപ്പോൾ. കാരണം ആളുകളുടെ മൈൻഡിലും പ്ലേ ബാക്ക് സിംഗർ സീരിയസ്ലി പ്ലേ ബാക്ക് സിംഗർ ഹനാൻഷ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കണ്ടന്റ് ഓടുകയില്ല. ഏത് സിംഗർ അപ്പോഴും നാട്ടിൽ ഡൗട്ട് ചെയ്യും, പ്ലേ ബാക്ക് സിംഗർ ഹനാൻഷോ, അപ്പോൾ മറ്റേ ഹനാൻഷാനെ പോലെ വേറൊരുത്ത് ഇറങ്ങി ചോദിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്, മനസ്സിലായ? അപ്പോൾ ഒന്ന് അവർ ആ യൂട്യൂബർ ഹനാൻഷ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തന്നെയാണ്. അത് ഹനാൻഷായുടെ കേസിലും അല്ലാത്തപ്പോഴും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പോകുന്ന ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് എവിടെയെങ്കിലും കൊണ്ടുവരുത്ത വണ്ടി ഇടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ യൂട്യൂബ് പോലീസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓ യൂട്യൂബറാകും. പിന്നെ അത് ന്യൂസുകാർ ഏറ്റുപിടിച്ച് പ്രശസ്ത യൂട്യൂബർ അറസ്റ്റിലായി. ഈ സ്കീം ഉള്ളതാണ്. അപ്പോൾ അത് അനുഭവിക്കില്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേ ബാക്ക് സിംഗർ അല്ലെങ്കിൽ ഒരു ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ പടത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, ഇതിന്നൊക്കെ വരുന്ന റെക്കഗ്നേഷനേക്കാൾ വലുത് സ്റ്റിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന റെക്കഗ്നേഷൻ ആവുമ്പോൾ അതൊരു ഗുഡുമാണ്, അതൊരു ഇതേപോലൊരു ബാഡുമാണ് എന്നുള്ളത് പറയാനുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു, കുറേ വ്യൂവേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിലും കുറേയൊക്കെ ആക്സെപ്റ്റൻസ് ഉണ്ട്. എന്നാലും മീഡിയ ലെവലിൽ ഇതിനൊരു എപ്പോഴും ഒരു ചവിട്ടിത്താത്തലുണ്ട്. യൂട്യൂബർ എന്നൊക്കെ പറയുമ്പോൾ ഒരു കുത്തൽ, സിനിമാക്കാരുടെ ഇടയിൽ ഒരു ചവിട്ടൽ അതുണ്ട്. അതെന്തുകൊണ്ടും അവർ സമ്മതിക്കുന്നില്ല, മനസ്സിലായി? അവരത്ര ഒരു സൊസൈറ്റിയിൽ വേറൊരു സ്റ്റാറ്റസ് നമുക്കായി എന്നുള്ളത് അവർ സമ്മതിക്കുന്നില്ല. അവർക്ക് എപ്പോഴും നമ്മൾ അടിച്ച് ഷെയിം ചെയ്യണം, താത്തി പറയണം, താത്തി കാണിക്കണം എന്നുള്ള മൂഡിൽ പോകുന്ന കുറേ ന്യൂസ് ചാനൽസും കുറച്ച് സിനിമ മറ്റേ ലാർജ് സ്ക്രീൻ മിനി സ്ക്രീൻ ആളുകളൊക്കെ ഉണ്ട്. പറഞ്ഞു വരുന്നത് പിന്നിൽ നിന്നുള്ള കുത്തുകളാണ്. കണ്ടമാനം ഇക്കൊല്ലം ഒരാവശ്യമില്ലാതെ ബേസിക്കലി ഇപ്പം നിങ്ങൾക്ക് പറയാം ഒരാവശ്യമല്ല, അതായത് ഒരു റീസൺസും ഇല്ല. ഞാൻ ഒരാളുടെ ചൂടാവുകയോ ഒരാളുടെ പ്രശ്നത്തിന് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് പറഞ്ഞ സമയത്ത് പോകാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് വരാമെന്ന് പറഞ്ഞ പോലെ പറ്റിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാം. ബേസിക്കലി ഒന്നും ചെയ്യാതെ പോയ എനിക്കെതിരെ വെറുതെ കണ്ട ആരോപണങ്ങൾ രാവിലെ മുതൽ ന്യൂസിൽ ഇങ്ങനെ എൻ്റെ ടാഗ് ലൈൻ ഹനാൻഷ വരില്ല, ഞാനതാ കാണേ, ഞാൻ പോകാൻ നിൽക്കുകയാണല്ലോ, അപ്പം ഞാൻ അവിടെ വിളിച്ചു, അവിടെ കുഴപ്പമുണ്ടാവും, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ പേപ്പർ ഫുള്ള് റെഡിയാണ്, അങ്ങോട്ട് അടിച്ചു വിട്ട് തന്നെ ഹനാൻഷ വരില്ല.
നേരെ മറിച്ച് അവിടെ ഇന്നലെ 10-12 ആർട്ടിസ്റ്റുകളുണ്ട്. ആ 11 ആൾക്കാരിൽ ഒരാളെ പേര് പറഞ്ഞാൽ ആരെ പേര് ബിൽക്ക് വേണ്ട. ബിൽക്ക് ഹനാൻസിനെ ഇട്ടിട്ട് എങ്ങനെ കുത്തിപ്പൊളിച്ച് എത്ര അലമ്പാക്കാൻ പറ്റും, ഹനാൻസിനെ ഇങ്ങോട്ട് അടിച്ച് പിടിച്ച് താഴക്കാക്കാൻ എത്ര പറ്റും. പക്ഷേ അതിനൊക്കെ ഉള്ളത് പടച്ചോനായിട്ട് തന്നെ മറുപടി കൊടുത്തു. ആ മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. പിന്നെ ഇപ്പോൾ ഈച്ചുവിനും എനിക്കറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്കെതിരെ ഇക്കൊല്ലം ഉണ്ടാവുന്ന ആരോപണങ്ങൾ ചെയ്യുന്ന ടീം ആരൊക്കെയാണ്, ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ട്, ഇതിന് എത്രത്തോളം ഫണ്ടിങ് നടക്കുന്നുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് ഇത്ര ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഹനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 100K അടിക്കില്ലോൾക്ക് 1 പൈസ, 200K അടിക്കില്ലോ ഹനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 300K അടിക്കില്ലോ അതാണ് പ്രൊഡക്റ്റ് ഒന്നുമല്ല. പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് നമ്മളാണ് ഓരോ പ്രൊഡക്റ്റ്. 300K അടിക്കില്ലോല് അതന്നെ എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും 300K അടിക്ക് ഹനാൻസിനെ കുറ്റം പറഞ്ഞവർക്ക് ഇത്ര പൈസ. അപ്പൊ ഇത് കൊടുക്കുന്ന ടീമിനെ അറിയാം, ഇത് ചെയ്യണവർ എനിക്കറിയാം, ഈ പേഴ്സണാലിറ്റീസിന് എനിക്കറിയാം. പക്ഷെങ്കിൽ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള എന്താ വെച്ചാൽ, ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാണ്. അപ്പൊ അത് ഇതിൽ പബ്ലിക്കിൽ പറയാൻ പറ്റൂല. പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും ഓരതല്ല ഇന്റത്. മനസ്സിലായില്ലേ? സിനിമ പറയല്ലേ എന്താ വെച്ചില്ലേ മറ്റേതിന് എന്താണ് സോറി. അപ്പം ഇക്കൊല്ലം പാവങ്ങൾ ഇറക്കിയ പൈസ മൊത്തം വേസ്റ്റ് ആയി. കണ്ട ഇൻഫ്ലുവൻസേഴ്സിനെയും സെമി ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ വെച്ചിട്ട് കുറേ ഉണ്ടാക്കി, പൈസ കുറേ ചിലവാക്കി, അതൊന്നും വില പേശിയില്ല. പരിപാടികളൊക്കെ ഗ്രാൻഡായിട്ട് പോയി. വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പങ്കെടുത്ത പരിപാടികളായി. സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം GCC മാഷാഅല്ലാഹ്, എനിക്ക് വേറെ തന്നെ നന്ദി പറയണം. ഞാൻ ആരായിട്ടൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഒരാൾക്കൊരു പ്രശ്നം അല്ലെങ്കിൽ വെറുതെ നിൽക്കണോനെ പോയി ചൊറിയാനോ ഒന്നിനും ഞാൻ നിൽക്കലില്ല. ഇപ്പം നമുക്കെതിരെ ഈ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണമല്ലൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് ഞാൻ ഈച്ചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുണ്ടാതെക്കുക. പൈസ അല്ലേ, കുറച്ച് കഴിയുമ്പോൾ തീരുമല്ലോ ചെയ്യിപ്പിച്ച് ഇതെന്താ അതായത് നമ്മളിത് എത്ര ഇട്ടിട്ട് മൈൻഡ് ആക്കുള്ള, പിന്നെയും പരിപാടി കൂടുക, പരിപാടി ചെയ്യുക, അവസരങ്ങൾ ചെയ്യുക. അതായത് ഇതൊരു പ്രൊഫഷണൽ സാധനമാണ്. ഇപ്പോൾ ഹനാൻഷ പറഞ്ഞു വെക്കുന്നത്, ഹനാൻഷ അതിൽ പേര് പറയുന്നില്ല, ആരാ എങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ തന്നെ ഇതിനു മുമ്പ് ഈ ഇച്ചുവിൻ്റെ കേസൊക്കെ വന്ന സമയത്ത് വീഡിയോ ചെയ്തപ്പോൾ അതിൽ കൃത്യമായിട്ടൊരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും ഫേസ്ബുക്കിൽ പോയത്, ഫേസ്ബുക്കിലൊരു സീൻ എന്താ വെച്ചാൽ, ഈ ഫേസ്ബുക്കിലാണ് ഈ ഹെയ്റ്റ് ക്യാമ്പിൻ്റെ ഏറ്റവും വലിയൊരു കോറ് കിടക്കുന്നത്. ഈ ഫേസ്ബുക്കിനകത്ത് ഇപ്പോൾ റവന്യൂ ജനറേറ്റ് ആവുന്നത് സ്റ്റാറ്റിക് പോസ്റ്റുകൾക്കാണ്. വീഡിയോയ്ക്കൊന്നും റവന്യൂ ഇല്ല ഫേസ്ബുക്കിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഇടുക, അതിനൊരു മുഴുനീള വലിയ ഡയലോഗ് എഴുതി പിടിപ്പിച്ചാൽ അത് ഭയങ്കര മിസ്ലീഡിങ് ആണെങ്കിൽ പോലും അതിന് ഭയങ്കരമായുള്ള പൈസ കയറും. $, അതിനാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, പണ്ടൊക്കെ വീഡിയോസ് ഇട്ടിരുന്ന അല്ലെങ്കിൽ ട്രോളൊക്കെ ചെറുത് കട്ട് വീഡിയോസ് ഇട്ടിരുന്ന ചാനലുകളൊക്കെ ഇപ്പോൾ ഇന്ന് മാറി. ഏതെങ്കിലും ഒരു വിയേർഡ് ആംഗിളിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പോൾ ഹനാൻഷാനും ഇച്ചുവിനെയും കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും മോശപ്പെട്ട ഒരു ഫോട്ടോ എടുത്തു കൊണ്ടിട്ട് ഇടും. എന്നിട്ട് ഈ മനോഹരമായ ഹനാൻഷായെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ പിന്നെ കമൻറ്റ് ബോക്സിലകത്ത് നിൽക്കുക തെറി വിളിയും ചീത്ത വിളിയായിരിക്കും. ഇനി അതല്ല, ഇവരുടെ പാട്ടിനെ കുറിച്ച്, ഇവരുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരാളെ നമുക്ക് അയാളുടെ ക്രെഡിബിലിറ്റി പൊട്ടിക്കണമെങ്കിൽ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്, ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയ സമയം മുതൽ നിങ്ങളോട് പറയുന്നുണ്ട്, ഇവിടുത്തെ ഒരു ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട്. ഒരാളുടെ ക്രെഡിബിലിറ്റി പൊട്ടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ്ബുക്കിൽ 100, 200, 300 പേജുകളുള്ള കുറേ സിനിമ ബേസ്ഡ് PR ടീമുകൾ ഹാൻഡിൽ ചെയ്യുന്ന കുറേ പേജുകളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരാളങ്ങോട്ട് ഒരു ഫണ്ടർ ചെന്ന് ഫണ്ട് ചെയ്യുക. ഇവർക്കത് പ്രൊഫഷണൽ ജലസിയാണ് ഇവരോട്, പ്രൊഫഷണൽ കോമ്പറ്റീഷനാണ് ഇവരോട് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അത് ആരും ഇവർ പറയാത്തടത്തോളം നമ്മളും പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഗസ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. മേ ബി ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് ആണ് ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇവർക്ക് സ്റ്റേജ് പ്രോഗ്രാംസിൻ്റെ എണ്ണം കിട്ടുമ്പോൾ അപ്പുറത്ത് വേറെ ആരുടെയെങ്കിലുമൊക്കെ എണ്ണം കുറയും. മനസ്സിലായോ? ഫീൽഡ് ഔട്ടായി നിൽക്കുന്നവരുണ്ടാവും, ഫീൽഡ് ഇന്നായിട്ട് നിൽക്കുന്നവരുണ്ടാവും. അവർ രണ്ടുപേരും അവരും തമ്മിലായിരിക്കും ചിലപ്പോൾ കോമ്പറ്റീഷൻ. മനസ്സിലായോ? ഇപ്പോൾ ഒരു പ്രോഗ്രാം ന്യൂ ഇയർ പ്രോഗ്രാമിന് ഇന്ന ആളുകൾ, കത്തി നിൽക്കുന്ന ആളുകളുടെ റാപ്പേഴ്സ് അറിയാലോ. ഇപ്പോൾ അവരാണ് മൊത്തം സ്റ്റേജ് കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ തൊപ്പി, ഈഗിൾ, അങ്ങനെ കുറേ യൂട്യൂബ് ബേസ്ഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും സ്റ്റേജ് പ്രോഗ്രാംസിന് അവർ ടാലൻറ്റഡ് ആയതുകൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഒരു കോംപ്ലക്സ് ഉണ്ട്, ഒരു ഈഗോ ഉണ്ട്, പരസ്പരം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടികളുണ്ട്. പിന്നെ ഇതിനിടയിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഫ്യൂവൽ ചെയ്ത് ഇതിനെ കുറച്ച് കത്തിച്ച് ഇവർ തമ്മിലുള്ള ഫ്രിക്ഷൻ കൂട്ടാൻ നടക്കുന്ന കുറേ ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ്, പിന്നെ കുറേ മാനേജർമാർ, പിന്നെ കുറേ കമ്പനികളുണ്ട്. അതായത് ഇവരൊക്കെ മാനേജ് ചെയ്യുന്ന, ക്രിയേറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. അങ്ങനെ കുറേ ടീമുകൾ ഇതിനിടയിൽ കടന്ന് കളിക്കും. അപ്പോൾ അവരുടെ ആവശ്യം എന്താ? ഇപ്പോൾ ലെറ്റ്സ് സേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി, ഓക്കെ,
ആ കമ്പനിക്ക് ആ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് കൂടുതൽ സ്റ്റേജ് ഷോസ് പിടിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ ഒരു ഷോ സക്സസ്ഫുൾ ആക്കണം, ആ ഷോ ഭയങ്കരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഈ എൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തൊരു ഉണ്ടാവും. ഈ എൻ്റെ ഒപ്പം തന്നെ ഫെയിമായിട്ട് നിൽക്കുന്ന വേറൊരു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിനെ ചവിട്ടി താത്തും വേണം. അവൻ്റെ ഷോ പോയില്ല, അവൻ്റെ ഷോ ഫ്ലോപ്പാണ്, അവൻ്റെ ഷോ പോരാ, അവൻ അങ്ങനെയാണ്. ഇത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പ്രമോഷനും ഇത് സ്വന്തം ആർട്ടിസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഫണ്ട് മാത്രമല്ല, അപ്പുറത്തെ ഒരു ആർട്ടിസ്റ്റിനെ അടിച്ച് തരിപ്പണമാക്കി അയാളെക്കുറിച്ച് മോശം പറഞ്ഞ് വരുത്താനും അയാളെക്കുറിച്ച് നെഗറ്റീവ് PR പറയാനും വേണ്ടിയിട്ട് ഒരു കാശിറക്കും. അങ്ങനത്തെ ഒരു കളിയാണ് ഹനാൻ ഷായ്ക്ക് എതിരെ കഴിഞ്ഞ പോലെ നടന്നെന്നുള്ളത്. ഞാൻ അന്നാ കണ്ടന്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കുറേ ഈ സിനിമ ബേസ്ഡ് പേജുകൾ കുറച്ചെണ്ണം എവിടുന്നോ പൈസ വാങ്ങി നക്കി ഇറങ്ങിയ പരിപാടിയാണെന്നുള്ളത് ഹനാൻ ഷാ പറഞ്ഞു വയ്ക്കുന്നതിനും ഏകദേശം അത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഫണ്ട് ഇറക്കി തന്നെ കളിക്കുന്ന പരിപാടികൾ ഇത് ഞാൻ അനുഭവിച്ചാണ്. ഞാനൊരു സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ ഞാൻ അന്ന് പേരെടുത്ത ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് ഒരുത്തനെ ഞാൻ എക്സ്പോസ് ആക്കി വിട്ടതാണ്. ഒരുത്തരം ഇപ്പോഴും കേസ് ഇട്ടിട്ട് അങ്ങനെ മാജിക്കും കളിച്ച് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരിൽ ഫണ്ടുണ്ട്, അപ്പം ഇങ്ങനെ അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമല്ലോ, പക്ഷേ എൻ്റെ ജേണി നിങ്ങൾ എടുത്തു നോക്ക്. ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഹനാൻ ഷാ പറഞ്ഞ പോലെ കാശ് കഴിയുമ്പോൾ അവർ നിൽക്കും. കാശ് കഴിയുമ്പോൾ നിൽക്കുന്നില്ല, കാശ് ഇറക്കിയിട്ടും ഈ പണ്ടറക്കാലിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ നിർത്തിപ്പോവും. എന്നിട്ട് നോക്കിയിരിക്കും. മനസ്സിലായോ? ഹനാൻ ഷാ വിചാരിക്കേണ്ട ഇത് കാശിൻ്റെ മുകളിൽ തീരും, അല്ലെങ്കിൽ കാശ് കഴിയുമ്പോൾ നിൽക്കും. കാശും തീരാൻ പോകുന്നില്ല, ഇത് നിൽക്കാനും പോകുന്നില്ല. ജലസി നമ്മളോടുള്ള, അല്ലെങ്കിൽ നമ്മളെ തകർക്കണം എന്ന് ചിന്താഗതിയുള്ള, നമ്മളെ തകർത്തിട്ട് വളരാൻ ചിന്താഗതിയുള്ളവർ എന്ത് ചെയ്യുന്നറിയോ, ഒരു ടൈം കഴിയുമ്പോൾ ഇത് നിർത്തുന്നത് നമ്മൾ മൈൻഡ് അടിക്കാത്തത് കൊണ്ടോ നമ്മളത് ഏശാത്തത് കൊണ്ടോ ആണ്. പക്ഷെ അവർ വരും തിരിച്ച്. എപ്പോൾ അറിയോ, നമ്മളൊരു ഡൗൺഫോളോ നമ്മളൊരു നെഗറ്റീവോ കാണുമ്പോൾ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നെഗ് അടിച്ചു അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് കാണുമ്പോൾ തിരിച്ചു വരും. ഇതുവരെ ഇറക്കിയ കാശിനെ ഇരട്ടി ഇറക്കുമെങ്കിൽ നമുക്കിട്ട് അടിക്കും, അത് വരും. ആ അടി എന്തായാലും വരും. അപ്പം അങ്ങനെ ഒരു ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആദ്യം പിടിച്ച് എക്സ്പോസ് ചെയ്ത് വിടുക. മനസ്സിലായോ? അതേ നടക്കും. ഇപ്പം ഞാനതാ ചെയ്തത്, അല്ലാതെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോ അതർ ഓപ്ഷൻസ്. കാരണം നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എത്ര പേജിൽ, എത്ര ചാനലിൽ, എത്ര ട്രോളുകൾ, എത്ര മീമുകൾ, എന്തൊക്കെയാണ് നടന്നത്. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ബിഗ് ബോസ് കഴിഞ്ഞാൽ ശരിയാണ് എൻ്റെ ഗെയിം പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. ബട്ട് അത് വെച്ചിട്ടൊന്നും അല്ല കളികളുണ്ടായിരുന്നേ. ഇവിടെ നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം, എനിക്ക് തോന്നുന്നു ആ സീസൺ 6 എക്സ്ട്രീം ലെവൽ ഓഫ് സൈബർ ബുള്ളിങ് ഏറ്റത് എനിക്കാണ്. പലരും പറയും ജാസ്മിൻ ബാക്കിയുള്ളവർക്കാണ്. നോ, ഞാനാണത് ഏറ്റുവാങ്ങിയ ആൾ. ഇഫ് ഐ ക്യാൻ സർവൈവ്, എനി വൺ ക്യാൻ സർവൈവ് എന്ന് ഞാൻ എല്ലാവരോടും എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ഞാൻ സർവൈവ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ സർവൈവ് ചെയ്യാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ഇത് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹനാൻ ഷാ ഇതൊന്നും തീരുന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ കയറി പോകുന്തോറും, നമ്മളിങ്ങനെ കയറി പോകുന്തോറും പിന്നീട് ഇങ്ങനെ വലിച്ചിടാൻ ആളുണ്ടാവും. കുന്തിരിക്കാൻ വെക്കാനും ആളുണ്ടാവും, പുകയ്ക്കാനും ആളുണ്ടാവും. മനസ്സിലായോ? ഈ കുന്തിരിക്കാൻ വെക്കുന്നതിനും പുകയ്ക്കുന്നതിനും ഒപ്പം നിന്ന് തന്നെ മറ്റേ കുന്തിരിക്കാൻ വെക്കാൻ പറഞ്ഞു കൊടുക്കുന്നവന്മാരും കൂടെ ഉണ്ടാവും. എന്നാൽ നമ്മൾ മുന്നിൽ ചിരിച്ചായിട്ട് നിൽക്കുകയും ചെയ്യും. പല രീതിയിലാണ് ഈ സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇതിനൊരു ഓഡിറ്റ് കീപ്പ് ചെയ്യണം. ഞാൻ ലൈഫിൽ ആ സാധനം ഭയങ്കരമായിട്ട് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് പഠിച്ചുകൊണ്ട് ആ ഓഡിറ്റ് നന്നായിട്ട് കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളപ്പോൾ ആര് എന്ത് എങ്ങനെ എപ്പോൾ വെക്കും, എപ്പോൾ വെക്കില്ല, എത്ര വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യവും വിവരവും ഇപ്പം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. നിങ്ങളും അങ്ങനെയൊക്കെ കീപ്പ് ചെയ്ത് പോവുക. കാരണം നമ്മളുടെ ഈ ഒരു ലൈഫിൽ, സോഷ്യൽ മീഡിയ ലൈഫിൽ നമ്മൾ ഭയങ്കര നമ്മുടെ വർക്ക്, നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിൽ നമ്മൾ പോകുമ്പോൾ പലരെക്കുറിച്ചും ഓഡിറ്റ് വെക്കാൻ മറക്കും, പലതിനെക്കുറിച്ചും വെക്കാൻ മറക്കും. പ്രൊഫഷണൽ ജലസി കാരണം പലരും നമ്മൾ അടിച്ചിടും. കാണുന്ന സമയത്ത് ഒരേ പ്രൊഫഷണലുള്ളവർ തമ്മിൽ ചിരിച്ച് കാണിക്കും, പക്ഷേ പിന്നെ കൂടി വേറെ കളി കളിക്കും. സോ അതിനൊക്കെ മാക്സിമം ഇപ്പം ഹനാൻ ഷാ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. അത് ഒരു ഹനാൻ ഷാനോട് ഒരു നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അയാളുടെ വൈബ് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ക്രൗഡ് തന്നെയാണ് ഹനാൻ ഷാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആ ഒരു കർമ്മയ്ക്കാണ് അവന് ഇപ്പുറത്ത് ഇത്രയും വലിയൊരു കർമ്മ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്നല്ലാതെ ഇവന്മാരാരും ഒന്ന് തീർന്നു പോവും, ഫണ്ടിങ് നിന്നു, അല്ലെങ്കിൽ പിന്നെന്ന് കുത്തുന്നവർ നിർത്തിപ്പോയി. നോ, വെയിറ്റ് ചെയ്തിരിക്കുകയോ. പിന്നെന്ന് കുത്താനുള്ളവൻ എന്നും വെയിറ്റ് ചെയ്ത് നമ്മൾ വീഴണമെന്ന് നമ്മളെ നെഞ്ഞത്ത് കയറി കുത്തും. അപ്പം ആദ്യം ആ കുത്താൻ വരുന്നതിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ എപ്പോഴും അത് ആലോചിക്കില്ല. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ സൗണ്ടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കുത്തുന്ന ഉറപ്പുള്ളവർ നമ്മൾ ആദ്യം അടിച്ചിട്ട് ഓടാവില്ല, അതേ നടക്കൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ഹനാൻ ഷാ ഈ പേര് പറയാതെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചാൽ ആരൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്.
എന്താണെങ്കിലും ഇവിടുത്തെ ചാനലുകളോടൊക്കെ പറയാനുള്ളത്, അല്ലെങ്കിൽ കാണുന്ന നാട്ടുകാരോട് പറയാനുള്ളത്, യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ആക്റ്റീവായിട്ടിരുന്നിട്ട് അത് ഉപജീവന മാർഗമായി, അത് മെയിൻ ഇൻകം സോഴ്സായി കണ്ട് ലൈഫിൽ മുന്നോട്ട് പോകുന്നവർ, അവരും ഈ ചില കേസുകളിൽ പെടുന്നവരൊക്കെ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഒരുമാതിരിയായി എന്ത് യൂട്യൂബർ ഇങ്ങനെ പറയരുത്. കാരണം ഇതിനും ഒരു എഫേർട്ടുള്ള പരിപാടിയാണ്. സോ അവർക്കൊരു സ്പേസ് കൊടുക്കുക കാണുന്ന സമയം. അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളിങ്ങനെ പരമപുച്ഛം പരിഹാസം അടിച്ചു പോവാതെ അവർ എടുക്കുന്ന ഒരു പണിയാണല്ലോ, അതിനൊരു വാല്യൂ കൊടുത്ത് പോവുക എന്നുള്ളത് സൊസൈറ്റി ചെയ്യേണ്ട പരിപാടിയാണ്.